അപ്പം നമ്മുടെ 30 ദിവസം എങ്ങനെ പോയെന്ന് തന്നെ അറിയില്ല കേട്ടോ. പെട്ടെന്നായിട്ടോ പോയത്. പെട്ടെന്നായിരുന്നു നമ്മുടെ 30 ദിവസത്തെ റമദാനും പോയിരുന്നു. അതാ പെരുന്നാളുമായി. ഇതിപ്പോൾ പെരുന്നാൾ രാവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വാപ്പി പോയി നല്ല പോത്ത് ഇറച്ചിയും ലിവറൊക്കെ വാങ്ങിച്ചു. ലിവർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യത്തെയും പെരുന്നാളിലും നമ്മളിവിടെ ലിവർ റോസ്റ്റ് ചെയ്യും കേട്ടോ. ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഫുഡാട്ടോ അതും അപ്പവും ബീഫ് കറി സൈഡായിട്ടൊന്ന് നോക്കി കേട്ടോ. അടിപൊളിയായിട്ടൊരു ലിവർ റോസ്റ്റും ആ ചൂട് മൊരിഞ്ഞപ്പമൊക്കെ ഇട്ട് ഒരു പിടി പിടിക്കാം. അങ്ങനെ നമ്മുടെ പെരുന്നാളിന് അപ്പവും ബീഫ് കറിയും ലിവർ റോസ്റ്റും അങ്ങനെ വാപ്പി കേക്ക് നിസ്കാരം കഴിഞ്ഞ് വന്ന് നമ്മളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ബീഫ് കറിയും ലിവർ ഫ്രൈയും. അപ്പോൾ ഈ മൈലാഞ്ചി ഇടുന്നത് നമ്മുടെ ഉമ്മയുടെ കയ്യിലാട്ടോ. ഞാനും ഇട്ടാക്കി. ഇന്നലെ രാത്രി ഇരുന്ന് ഇട്ടപ്പോൾ തന്നെ സമയം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഉമ്മയ്ക്ക് ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രാവിലെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ലഞ്ചെന്ന് വെച്ചാൽ മന്തിയാട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ മന്തിയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് അൽഫാം മന്തിയാട്ടോ. അങ്ങനെ അതും നല്ല ടേസ്റ്റുള്ള മന്തിയായിരുന്നു. ആ ഒരു അൽഫാമൊക്കെ നല്ല മൊരിഞ്ഞ മസാലയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഉച്ചത്തെ ഫുഡും നല്ല ലാവശ്യമായിട്ടിരുന്ന് നല്ലോണം കഴിച്ചു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ മന്തിയാണെങ്കിൽ നമുക്ക് കിട്ടിയത് അൽഫാം മന്തിയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് ആരെ കവറാണോ അതോ അവർക്ക് പറ്റിയ അബദ്ധമാണോ അതോ ഒരു മനഃപൂർവ്വം ചെയ്താണോ ഒന്നും നമുക്കറിയത്തില്ല കേട്ടോ. അതോ ആരെയും കവറാണോ. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ ഒന്ന് ബീച്ചിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെയും എൻ്റെ ഇത്താടെയും എല്ലാവരുടെയും പെരുന്നാൾ കോടി കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയാൽ നമുക്ക് ഫുഡല്ലേ. അപ്പം നമ്മൾ കടല മസാലയോ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ പെരുന്നാൾ വിശേഷങ്ങൾ എവിടെ വരുവായെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടോ. പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗുൽഗണ്ട്, മുമ്പേ ട്രെൻഡായിരുന്ന ഗുൽഗണ്ട് കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണോ എന്നല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.